ഇത് യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ മാർസ് എക്സ്പ്രസ് എന്ന് പറയുന്ന ഒരു ഓർബിറ്ററാണ്. ഇത് ഉപയോഗിച്ച് മാർസിൻ്റെ കുറേ പിക്ചേഴ്സ് നമ്മൾ എടുത്തിരുന്നു 2015 തൊട്ട് 17 വരെയുള്ള. അത്തരം പിക്ചേഴ്സ് എല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഇതുവരെ ആരും കാണാത്ത രീതിയിലുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള, വളരെ കളർ മൊസൈക്കിംഗ് ആയിട്ടുള്ള, വളരെ ഡീറ്റെയിൽ വിശദാംശങ്ങളൊക്കെ ഉള്ള ഒരു കുറേ ഇമേജസ് ഹൈ റെസൊല്യൂഷൻ സ്റ്റീരിയോ ക്യാമറ ടീം പുറത്തുവിട്ടു. അതായത് യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ. അതാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഇക്കറാസ് എന്ന് പറയുന്ന ഈ കാണിച്ചിരിക്കുന്ന ജേണലിലാണ് ഈ സ്റ്റഡിയെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ്. ഈ കാണിച്ചിരിക്കുന്നത് നമ്മുടെ മാർസിൻ്റെ മുകളിലുള്ള ഒരു മലയിടുക്കാണ്. വാലിസ് മറൈനറിസ് എന്ന് പറയുന്ന ഈ മലയിടുക്കിൻ്റെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള പിക്ചേഴ്സൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏകദേശം 1550 മൈൽസ് ഉയരത്തിൽ നിന്ന് എടുത്തതെന്ന് തോന്നുന്ന രീതിയിലുള്ള ഈ ഒരു പിക്ചറിൻ്റെ പിക്സൽ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ 1.24 മൈൽസ് ആണ് ഇതിൻ്റെ റെസൊല്യൂഷൻസ്. ഒരു കാലത്ത് അഗ്നിപർവ്വതങ്ങളിൽ നിന്നുണ്ടായെന്ന് കരുതുന്ന ചാര നിറത്തിലുള്ള കറുത്ത നിറത്തിലുള്ള ബസാൾട്ടിക് റീജിയൻസും കളിമണ്ണ് ഭാഗങ്ങളും സൾഫേറ്റിൻ്റെ ധാതുക്കളും ഒക്കെ ഉള്ളതിൻ്റെ പ്രതലം നല്ല വ്യക്തമായി ഇതിൽ കാണാൻ കഴിയുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഈ സ്റ്റഡി പബ്ലിഷ് ചെയ്ത് DLR എന്ന് പറയുന്ന ജർമ്മൻ എയറോസ്പേസ് സെൻറ്ററിൽ നിന്നുള്ള റിസർച്ചേഴ്സൊക്കെ ചേർന്നിട്ടാണ് ഈ സ്റ്റഡി നടത്തി ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസൊക്കെ ഈ കാണിച്ചിരിക്കുന്ന ജേണലിൽ പബ്ലിഷ് ചെയ്തേക്കുന്നത്.